സമരത്തിറങ്ങുമ്പോൾ അടികൊള്ളും, ഭീഷണി ഉണ്ടാവും, ലാത്തി ചാർജ് കൊള്ളും. അതിലാരും ടെൻഷനായിരുന്നു. എന്നും രാത്രി വിളിക്കും, 10 മണി കഴിയുമ്പോൾ കണ്ടിലേക്ക് വിളിക്കും. അപ്പം ഇത് അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ പറയും. എന്തെങ്കിലും പറ്റിക്കിടക്കണമെങ്കിൽ നമ്മളോട് പറയില്ലല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ജനീഷ്. തൃശ്ശൂർ മാളയിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് ജനീഷ് എത്തുകയാണ്. നമ്മളൊപ്പം ജനീഷിൻ്റെ കുടുംബമുണ്ട്. ജനീഷ്, എത്രത്തോളം സന്തോഷമുണ്ടാക്കുന്നതാണ് പുതിയ തീരുമാനം, പ്രത്യേകിച്ച് താങ്കൾ ഏറ്റെടുത്തിട്ടുള്ള സമര പരമ്പരകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? അല്ല, വളരെ സന്തോഷകരമായൊരു നിമിഷമാണ്. അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഠിന ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സ്വാഭാവികമായിട്ട് ജനങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്ന ഒരു കാലം കൂടിയാണ്. ഇവിടെ ജനം ആഗ്രഹിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമുണ്ട്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തന്നെ ജനങ്ങൾക്കൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളുമായി തെരുവിനകത്തുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നതെന്നിരിക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും വളരെ കീനായി നോക്കിക്കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു പദവിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. വളരെ കൃത്യമായി തന്നെ സംഘടനാ ക്രമീകരണം നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാലമാണ്. അപ്പോൾ തെരുവിൽ സമരങ്ങൾ മാത്രമല്ല, ആഭ്യന്തരമായ സംഘടനയുടെ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ സംഘടനയുടെ പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ ഒട്ടനവധിയായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വളരെ സജീവമായ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനൊക്കെ സാധിക്കുന്ന ഒരു നേതൃനിര സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചുണ്ട്. ഒരുപാട് നേതൃസമ്പന്നമായ ചെറുപ്പക്കാരെ ഞങ്ങളുടെ ഒരു കൂട്ടത്തിൻ്റെ ഒരു ബലമാണ്. ഇപ്പോൾ പുതിയ നേതൃത്വമാണെങ്കിലും എന്നോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഭാരവാഹികളാണെങ്കിലും കേരളത്തിലൊക്കെ വളരെ നിറഞ്ഞു നിന്നിട്ടുള്ള സമരരംഗത്തൊക്കെ വളരെ നിറഞ്ഞു നിന്നിട്ടുള്ള ചെറുപ്പക്കാരാണ്. KSUവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഭിജിത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ അഭിമറക്കി, നിലവിൽ പിന്നെ ബിനു ചുള്ളിയിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളുകളാണ്. അപ്പോൾ അവരെല്ലാം KSU യൂത്ത് കോൺഗ്രസ് പശ്ചാത്തലത്തിലൂടെ കുറേയേറെ കാലങ്ങളായി സമരരംഗത്ത് നിന്ന് സംഘടനാ രംഗത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി വരാൻ സാധിച്ചുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു മുന്നേറ്റം ഇവിടെ സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ടാകും. ജനീഷിൻ്റെ അമ്മ നമുക്കൊപ്പം, ഒരു യുവാവ് ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് രാഷ്ട്രീയത്തേക്ക് വരുമ്പോൾ വീട്ടുകാർ അരുതെന്നാണ് പറയാറ്. പഠിക്കാൻ നോക്ക്, രാഷ്ട്രീയം നിൽക്കുന്നതെന്ന് പറയും. അമ്മ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ത് തോന്നുന്നു? ഇപ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. ഈ സമരത്തിനൊക്കെ സ്ഥാനത്തെത്തുന്നു വിചാരിച്ചില്ല. അപ്പം അഭിമാനം തോന്നുന്നത്. ഡിപ്ലോമ കഴിഞ്ഞപ്പോഴാണ് അവൻ രാഷ്ട്രീയമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അവന് ഡിപ്ലോമ കഴിഞ്ഞ് അവനൊരു ജോലി കിട്ടുന്നത് നമ്മൾ കാത്തിരിക്കുമ്പോൾ അവൻ രാഷ്ട്രീയമായിട്ടാണ് വന്നത്. പിന്നെ LLBക്ക് പോയി, പിന്നെ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് അവൻ്റെ ജീവിതം അങ്ങോട്ട് അതിലേക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഈ സമരത്തിറങ്ങുമ്പോൾ അടികൊള്ളും, ഭീഷണി ഉണ്ടാവും, ലാത്തി ചാർജ് കൊള്ളും. അതിലാരും ടെൻഷനായിരുന്നു. എന്നും രാത്രി വിളിക്കും, 10 മണി കഴിയുമ്പോൾ കണ്ടിലേക്ക് വിളിക്കും. അപ്പം ഇത് അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ പറയും. എന്തെങ്കിലും പറ്റിക്കിടക്കണമെങ്കിൽ നമ്മളോട് പറയില്ലല്ലോ. ഭാര്യ ശ്രീലക്ഷ്മി നമുക്കൊപ്പം, ഒരു പൊളിറ്റീഷ്യൻ്റെ വിവാഹം കഴിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കരിയർ എടുത്തിരിക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതെ, പക്ഷേ മാനേജ് ചെയ്തു പോകുന്നു. പിന്നെ പുള്ളി അതങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്നു. നിങ്ങൾക്കുള്ളൊരു സമയം ഒരു പൊളിറ്റീഷ്യൻ ജീവിതത്തിൽ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? അല്ല, എനിക്ക് നേരത്തെ അറിയുന്നതുകൊണ്ട് നമ്മൾ അതിനോട് അഡ്ജസ്റ്റഡ് ആയി. നമുക്കറിയാം ആൾ ഈ ഫീൽഡിലാണ്, എങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇനിയുള്ള പോരാട്ടങ്ങൾക്കും കൂടെ ശക്തമായിട്ട് കൂടി എന്തായാലും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ജനീഷിനുണ്ട്. ഇനിയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന് കുടുംബവും പറയുന്നുണ്ട്. എന്തായാലും മാളയിലെ ഈ ഗ്രാമമാകെ സന്തോഷത്തിലാണ്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.